ഗുരുവായൂരപ്പന് കളഭാഭിഷേകമാണ് ശനിയാഴ്ച 27-ാം തീയതി. ഇതിന് കളഭാട്ടമെന്നും പറയും. വൃശ്ചികം 1 മുതൽ 40 ദിവസം പഞ്ചഗവ്യം അഭിഷേകം, 41-ാം ദിവസം കളഭം. അതാണ് ഗുരുവായൂരിലെ രീതി. ചന്ദനത്തിന് തണുപ്പാണ്, ഒപ്പം സുഗന്ധവും. കളഭം കുളിരാണ്, ഒന്ന് തൊട്ടാൽ എല്ലാ താപവും അലിഞ്ഞില്ലാതാകുന്ന കുളിര്. ഭഗവാന്റെ പാതാളാഞ്ജന ശിലയിൽ അമൂല്യമായ കളഭം നിറഞ്ഞൊഴുകുന്ന സുദിനമാണിത്. വർഷത്തിൽ ഒരു നാൾ മാത്രം നടക്കുന്ന കളഭാട്ടത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇവിടെ ദിവസവും കളഭച്ചാർത്തുണ്ടെങ്കിലും കളഭാഭിഷേകം നടത്തുന്നത് ഈ ഒരു ദിവസം മാത്രമാണ്. മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിക്കുന്ന ചടങ്ങ് കൂടിയാണിത്. കീഴ്ശാന്തി നമ്പൂതിരിമാർ മികച്ച ഇനം ചന്ദനം ചാണയിൽ അരച്ച് കാശ്മീർ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും പനിനീരും ചേർത്ത് തയ്യാറാക്കുന്ന 6 ഉരുള കളഭമാണ് മുഴുകാപ്പായി ഗുരുവായൂരപ്പന് നിത്യവും ചാർത്തുന്നത്. ഉച്ചപൂജയ്ക്ക് കളഭത്താൽ കൃഷ്ണകഥാ സന്ദർഭങ്ങൾ വിഗ്രഹത്തിൽ അണിയിച്ചൊരുക്കും. ഇത് കളഭാലങ്കാരം. എന്നാൽ മണ്ഡലപൂജ നാളിൽ നടക്കുന്ന കളഭാട്ടത്തിന് പ്രത്യേകതകൾ ധാരാളമുണ്ട്. എന്നും ചന്ദനത്തിൽ ചേർക്കുന്ന കുങ്കുമം, പച്ചക്കർപ്പൂരം, പനിനീർ ഇവയ്ക്ക് പുറമെ കസ്തൂരി, ഗോരോചനം ഇവ കൂടി ഉപയോഗിക്കുന്നു. ഈ ദിവസം ക്ഷേത്ര പരിസരം കളഭസുഗന്ധപൂരിതമാകും. ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറഞ്ഞ ആയിരങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നുയരുന്ന ഓം നമോ നാരായണായ വിളികളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കളഭാട്ടം നടക്കും. കളഭാട്ടത്തിന് പ്രത്യേകം തയ്യാറാക്കുന്ന കളഭക്കൂട്ട് സ്വർണ്ണക്കുടത്തിലാക്കി ശ്രീലകത്ത് മുഖമണ്ഡപത്തിൽ വെച്ച് പൂജ ചെയ്ത് ക്ഷേത്രം തന്ത്രി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. 12 പൂജ കഴിഞ്ഞാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഗുരുവായൂരപ്പന് അകത്ത് കേളി നടക്കുന്നത് അന്ന് മാത്രമാണ്. അഭിഷേകം കഴിഞ്ഞാൽ മറ്റലങ്കാരങ്ങൾ ഒന്നുമില്ല. ഒരു പൂമാല മാത്രം അണിയിക്കും. പിറ്റേന്ന് പുലർച്ചെ 3 വരെ ഭക്തർക്ക് കളഭത്തിൽ ആറാടിയ കണ്ണനെ കണ്ടുതൊഴാം. അടുത്ത ദിവസം രാവിലെ ഭക്തർക്ക് ഈ കളഭം പ്രസാദമായി നൽകും. കളഭാട്ട ദർശനം ലഭിച്ചാൽ സർവ്വദോഷങ്ങളും അകന്ന് സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും എന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പന് ചെയ്യുന്ന കളഭാഭിഷേക വഴിപാട് ദോഷശമനത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ്. വിഗ്രഹത്തിന്റെ മുഖത്ത് കളഭം ചാർത്താറില്ല, ചന്ദനം മാത്രമാണ് പതിവ്. സാധാരണ ദിവസം കളഭം തയ്യാറാക്കുമ്പോൾ 1 ഉരുളയ്ക്ക് 5 ഗ്രാം കുങ്കുമപ്പൂവാണ് ചേർക്കുന്നത്. എന്നാൽ കളഭാട്ടത്തിന് 10 ഗ്രാമിലേറെ ചേർക്കുന്നുണ്ട്. 12 ഉരുള ചന്ദനം കൊണ്ട് തയ്യാറാക്കുന്ന അഭിഷേകത്തിനുള്ള കളഭത്തിൽ അപൂർവ സുഗന്ധദ്രവ്യങ്ങളായ കസ്തൂരിയും ഗോരോചനവും കൂടി ചേർക്കുന്നു. കസ്തൂരിമാൻ ഇണയെ ആകർഷിക്കാൻ പുറപ്പെടുവിക്കുന്ന സുഗന്ധ വസ്തുവാണ് കസ്തൂരി. പശുവിൽ നിന്ന് ലഭിക്കുന്ന അപൂർവ ഔഷധമാണ് ഗോരോചനവും. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതും ഭക്തർക്ക് തൊടാൻ കൊടുക്കുന്നതും ചന്ദനമാണ്. ഗുരുവായൂരിൽ ചന്ദനത്തിന് പുറമെ കളഭം കൂടി ലഭിക്കും. പരമശിവന്റെ കൽപ്പനയനുസരിച്ച് പരശുരാമന്റെ സാന്നിധ്യത്തിൽ ഗുരുവും വായുദേവനും കൂടി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. അതീവ ശ്രേഷ്ഠവും അത്യപൂർവവുമായ വിഗ്രഹമാണിത്. മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹം കൂടിയാണിത്. കളഭാട്ടത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാവിലെ കേളി, കാഴ്ചശീവേലി എന്നിവയും അഭിഷേക സമയത്ത് പഞ്ചമതള കേളിയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് കാഴ്ചശീവേലിക്ക് പഞ്ചവാദ്യം, സന്ധ്യയ്ക്ക് ദീപാലങ്കാരം, തായമ്പക, രാത്രി ഇടയ്ക്ക നാഗസ്വരത്തോടെ മേളം, ചുറ്റുവിളക്ക് എന്നിവ നടക്കും.